നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദിയമോൾക്ക് ഫിസിയോതെറാപ്പി നടക്കല്ലേ? നല്ല ചെലവുണ്ടായിരിക്കുമല്ലോ. എത്ര പണം വേണമെന്ന് വെച്ചാലും ചോദിച്ചോളൂ, ഞാൻ തന്നേക്കാം. എന്താ മോളെ ഇത്? കാലിന് സുഖമില്ലാന്ന് ഓർക്കണ്ടേ? മോളെന്തിനാ മുറ്റത്തിറങ്ങി കളിക്കുന്നത്? വല്ല കുഴപ്പമുണ്ടാക്കി വെച്ച് പാവം വന്ദനെ കരയിക്കണോ? പുറത്തൊന്നും ഇറങ്ങല്ലേന്നല്ലേ വന്ദന പറഞ്ഞിരിക്കുന്നത്? ഓ ഏയ്, മോള് കരയണ്ട. കരയാൻ പറഞ്ഞൊന്നല്ലല്ലോ അങ്കിള്. മുറിയിരുന്ന് ബോറടിച്ചു അങ്കിളെ. പകല് കിടന്നുറങ്ങല്ലെന്ന് വന്ദനമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ വിനയങ്ങളിനൊപ്പം കളിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ലല്ലോ മോളെ. മോള് കൊതി തീരുവോളം കളിച്ചോ. കാല് സൂക്ഷിക്കണമെന്നല്ലേ അങ്കിള് പറഞ്ഞോളൂ. ഒന്ന് ചിരിച്ചേ, ചിരിക്കേ, ഒന്ന് ചിരിക്കടി. മോൾക്ക് അങ്കിൾ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ മോളെ ചോക്ലേറ്റ്. മോക്ക് വേണ്ടി വാങ്ങിച്ചതാ. ആവശ്യം പോലെ കഴിച്ചോ. അങ്കിളല്ലേ തരുന്നത്, വാങ്ങിക്കേ. ഇതാ നല്ല ചോക്ലേറ്റാ, കഴിക്കേ. മോളെന്താ ഇങ്ങനെ നോക്കുന്നത്? വിനുവങ്കൾ ഒളിച്ചിരിക്ക, കണ്ടുപിടിക്കണം. ആഹാ, മോളെ അങ്കിള് സഹായിക്കാം. വാ. അങ്കിൾ എടുക്കണോ? വേണ്ട. ആ, സൂക്ഷിച്ചു. ദേ ഇരിക്കുന്നു വിനു. കണ്ടുപിടിച്ചല്ലോ. ആരും കാണിച്ചെന്നതൊന്നുമല്ല, ഞാൻ തനിയെ കണ്ടുപിടിച്ചതാ. കളിച്ചോ കളിച്ചോ കളിച്ചോടാ. ആ അങ്കിളെ, മിഠായി കഴിക്കാം. അങ്കിൾ എന്തിനാ പേടിക്കുന്നേ? ബാ കഴിക്കാം. പ്രകാശങ്ങള് തല്ലില്ല. പ്രകാശങ്ങളിന് ഇപ്പൊ ഭയങ്കര സ്നേഹമാ. സത്യം, തല്ലില്ല. നമുക്ക് മിഠായി കഴിക്കാം.
വന്ദനമ്മേ, പ്രകാശങ്ങള് വാങ്ങിത്തന്ന മിഠായ ഇത്. പ്രകാശേട്ടന്റെ പെട്ടെന്നുള്ള ഈ മാറ്റം എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദേമോളെ വെച്ച് എന്നെ കയ്യിലെടുക്കാൻ പദ്ധതിയെന്ന് തോന്നുന്നു. എന്നിൽ നിന്ന് എന്തോ ഒരു കാര്യസാധ്യം ലക്ഷ്യമിടുന്നുണ്ട്. അങ്ങനെയൊന്നും ആയിരിക്കില്ല വന്ദനെ. പ്രകാശേട്ടന് എന്തോ മാറ്റം വന്നിട്ടുണ്ട്. മോളെ, ഒരു മിഠായി എടുത്തേ. ദാ. ദാ. നീ കഴിച്ചോ? എന്റെ ഭർത്താവ് വാങ്ങിയ മിഠായി ആദ്യമായിട്ടാ ഞാൻ കഴിക്കുന്നത്. വന്ദനമ്മയ്ക്ക് വേണോ? വേണ്ട. മോളെ, കളിച്ചതൊക്കെ മതി. കല്ല് കളിച്ച വീട്ടിൽ കടം കയറുന്നാ പറയാ. ചെന്ന് അമ്മ ഇന്നലെ പറഞ്ഞു തന്നതൊക്കെ പഠിച്ചു വെക്കാൻ. മിഠായി ഒരുപാട് കഴിച്ചോ? ഞാനും വിനുവങ്കളും കൂടി മുട്ടായി 4-5 കഴിച്ചു. അത് കൊള്ളാം. വിനുവേട്ടാ, കുട്ടികൾ മിഠായി കൂടുതൽ തിന്നാൻ പാടുണ്ടോ? പിന്നെന്തിനാ മിഠായി കഴിപ്പിച്ചത്? നീ ഇതെങ്ങോട്ടാ പോകുന്നേ? എനിക്കൊരു സ്ഥലം വരെ പോവണം. ദിയമോൾക്ക് ഫിസിയോതെറാപ്പി നടക്കല്ലേ? നല്ല ചെലവുണ്ടായിരിക്കുമല്ലോ. എത്ര പണം വേണമെന്ന് വെച്ചാലും ചോദിച്ചോളൂ, ഞാൻ തന്നേക്കാം. എത്ര കാശാ വേണ്ടേന്ന് പറഞ്ഞോ? തൽക്കാലം കാശൊന്നും വേണ്ട ഏട്ടാ. ഏതോ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ചികിത്സയ്ക്ക് വേണ്ട പണമൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു പണച്ചെലവുമില്ല. എല്ലാം ദേവിയുടെ അനുഗ്രഹം. അത് നന്നായി. തെറാപ്പി കഴിഞ്ഞാൽ കുട്ടിക്ക് ടോണിക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഏത് ടോണിക്കാ വേണ്ടേന്ന് പറഞ്ഞാൽ മതി, ഞാനിവിടെ എത്തിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.